ഹലോ ഫ്രണ്ട്സ്, മൈ യൂട്യൂബ് ചാനൽ ശാന്തിനി കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ഉണ്ടാക്കാൻ പോകണം എന്താണെന്നറിയാമോ? കൂണുണ്ടല്ലോ, കൂണ് മഷ്റൂം വെച്ചൊരു വജ്ജി ഉണ്ടാക്കാൻ കേട്ടോ. ഞാനിവിടെ കൃഷി ചെയ്യണതാണ്. അപ്പോൾ അതെടുത്ത് വജ്ജി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് കഴുകി വെച്ചേക്കണോണ്ട് ഒരു കളർ വ്യത്യാസമുണ്ട്. ഫ്രഷാണ് സാധനം. ഞാൻ പറിച്ചെടുത്തതാണ്. ഇപ്പോൾ മഞ്ഞൾപ്പൊടി ഇട്ട് നല്ലോണം തിരുമ്മി കഴുകിയത് കണ്ട ഇതൊക്കെ വെച്ചേക്കണതാണ്. ഇങ്ങനെ ഇത് വലിയ പീസായിരുന്നേ. അപ്പം ഞാനിത് മുറുക്കിയിട്ട് എടുത്ത് വച്ചിരിക്കുന്നതാണിത്. ഇത് മൊത്തത്തിലുള്ളതാണ് കേട്ടോ. അപ്പോൾ നമ്മളിത് ഉണ്ടാക്കാൻ പോണത് മഷ്റൂമാണ്. കൂണ് വെച്ച് നമുക്ക് ഒരു ബജ്ജി ഉണ്ടാക്കാം. എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നമുക്ക് നോക്കാം. ആദ്യം ഒരു പാത്രത്തിൽ കടലമാവ് എടുക്കുക. കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കാം. കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. നമുക്ക് കലക്കിയിട്ട് ഉപ്പ് വേണമെന്ന് നോക്കാം കേട്ടോ. പിന്നെ കായപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ എന്താണെന്ന് വെച്ചാൽ വലിയ ജീരകം ഉണ്ടല്ലോ, അതൊരു 2-3 ഇട്ട് കൊടുക്കാം കേട്ടോ. നമുക്ക് അതൊരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണ്. ഇനി നമുക്കിത് കലക്കി കൊടുക്കാം. വെള്ളം ഒഴിക്കാം. വെയിറ്റ് ചെയ്യാൻ കേട്ടോ. നല്ലോണം കലക്കട്ടെ. ഇപ്പം എല്ലാം കലക്കി വന്നിട്ടുണ്ട് നല്ലോണം കേട്ടോ. ഇതിൻ്റെ കൂടെ ഞാൻ 1 സ്പൂൺ റവ ചേർത്തിട്ടുണ്ട്. നല്ല റെസിപ്പി ആയിരിക്കാൻ വേണ്ടിയിട്ടാണ്. വളരെ കുറച്ച് മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇതിൽ ഞാൻ കടലപ്പൊടി 3 സ്പൂൺ എടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ റവ എടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ മുളക് പൊടി, 1 ചെറിയ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കായപ്പൊടി, ഉപ്പ് എല്ലാം ചേർത്തിട്ടുണ്ട് കേട്ടോ ഇതിൽ. അപ്പോൾ നമുക്കിനി എന്ത് ചെയ്യേണ്ടത്? തീ കത്തിച്ചു കൊടുക്കാം. സ്റ്റൗ കത്തിക്കാം. സ്റ്റൗ കത്തിച്ചിട്ടുണ്ട്. ചട്ടി ചൂടായിക്കോട്ടെ. ചട്ടി ചൂടാവുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാൻ. ചട്ടി ചൂടായിട്ടുണ്ട്. നമുക്ക് എന്താ ചെയ്യേണ്ടത്? മഷ്റൂമാണ്. ഇതുകൊണ്ടാണ് വജ്ജി ഉണ്ടാക്കുന്നത്. കൂണ്, മലയാളത്തിൽ കൂണ്, ഇംഗ്ലീഷിൽ മഷ്റൂം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരുമാതിരിപ്പെട്ട ആൾക്കാർക്കൊക്കെ മനസ്സിലാവും കേട്ടോ. അപ്പോൾ നമുക്ക് ഇതുകൊണ്ട് നമുക്കൊന്ന് വജ്ജി ഉണ്ടാക്കിയെടുക്കാം.
പെരക്കിയിടാം നമുക്ക് കുറച്ച്. അത് കഴിഞ്ഞിട്ട് നമുക്ക് മറിച്ചിടാം കേട്ടോ. ചെറിയ പൂവൊക്കെ ഉണ്ട് കേട്ടോ അതിന്. ഇത്ര ഇട്ടിട്ടുണ്ട്. നമുക്ക് അത് മുരിഞ്ഞിട്ട് മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ. മഷ്റൂമിൻ്റെ ബജ്ജി എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം. ഒന്ന് വെയിറ്റ് ചെയ്യാട്ടോ, അതൊന്ന് മൊരിഞ്ഞോട്ടെ. അപ്പോൾ ഇത് റെഡി ആയിട്ട് നമുക്ക് കോരിയെടുക്കാം കേട്ടോ. മാറ്റി വെക്കാം. അടുത്തതും കൂടി ഇട്ട് കൊടുക്കാം. നല്ല ടേസ്റ്റി അല്ലേ മഷ്റൂം ഒക്കെ. നമ്മൾ നല്ല ഫ്രൈ ആക്കി എടുത്താൽ, ഫ്രൈ ആണ് ഇതിൻ്റെ മെയിൻ ടേസ്റ്റ്. മസാലയൊക്കെ ഇട്ട് ഫ്രൈ ആക്കിയാൽ നല്ല ടേസ്റ്റാണ്. തീ ഒന്ന് കുറച്ച് വെക്കാം കേട്ടോ. എണ്ണയിൽ കിടന്ന് വേകണം. മറിച്ച് കൊടുക്കണം. വീഡിയോ കാണുന്നതിൽ എനിക്ക് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ബെൽ ബട്ടൺ ഒന്ന് അമർത്തിയാൽ ഇടുന്ന വീഡിയോസൊക്കെ കിട്ടുന്നതായിരിക്കും. എല്ലാവരും എൻ്റെ വീഡിയോ കാണണം കേട്ടോ. കുറച്ചും കൂടി ചെറുതാക്കിയിട്ട് ചെയ്യാൻ കേട്ടത്. ഇപ്പം ഇത്തിരി വലുതാക്കിയാണ് എടുത്തേക്കുന്നത്. കുറച്ചും കൂടി ചെറുതാക്കി ചെയ്യാവുന്നതാണ്. അടുത്തതും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ.
കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് കോഴി ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഈ കൂണ് വളർത്തുമ്പോൾ നല്ല ടേസ്റ്റ് അല്ലേ? കഴിച്ചിട്ടുണ്ട് എല്ലാവരും. ഇതിന് കൂണിന് ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ മസാല ഇട്ട് തന്നെ വെറുതെ ഇറച്ചി നോവെജാണെന്നേ തോന്നുള്ളൂ നമ്മൾ കഴിച്ചാൽ. പക്ഷേ ഇത് തോരനൊക്കെ ഉണ്ടാക്കാം കേട്ടോ. കുഞ്ഞായിട്ട് അരിഞ്ഞിട്ട് തോരൻ ഉണ്ടാക്കുമ്പോൾ നല്ലതാണ്. തേങ്ങയൊക്കെ ഇട്ട് തേങ്ങയും ജീരകവും മഞ്ഞൾപ്പൊടിയും പച്ചമുളകൊക്കെ കൂടി ഒതുക്കിയിട്ട് തോരൻ ഉണ്ടാക്കണം. നല്ലതായിരിക്കും. പൊടിയായിട്ട് അരിയണം കേട്ടോ. നമ്മൾ ഇതും കൂടി കോരുവാണ് കേട്ടോ. സ്റ്റൗ ഓഫാക്കുവാണ്. ചട്ടി ഒന്ന് മാറ്റി വെക്കട്ടെ കേട്ടോ. അപ്പം നമ്മുടെ കൂണിൻ്റെ മഷ്റൂം ബജ്ജി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇത് കിട്ടുവാണെങ്കിൽ നമ്മൾ ഉണ്ടാക്കിയെടുത്തതാണ് കേട്ടോ. വിത്ത് ഓൺലൈൻ വഴി നമ്മൾ ഉണ്ടാക്കിയെടുത്താണ്. കൊണ്ടുവന്നിട്ട് ബഡ് ഉണ്ടാക്കിയതാണ്. എന്നിട്ട് അതിൽ നിന്ന് വിരിഞ്ഞ പൂക്കളാണത്. എനിക്ക് തൊണ്ടയ്ക്ക് ഇത്തിരി പ്രയാസമുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് അങ്ങനെ കാണിക്കുന്നത് കേട്ടോ. അപ്പം എല്ലാവരും ഈ കൂണിൻ്റെ ബജ്ജി ഉണ്ടാക്കി നോക്കുക. എല്ലാവരും കഴിക്കുക. അതിൻ്റെ കൂടെ കുറച്ച് സാമ്പാറോ ചട്നിയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും. ഞാനിവിടെ ഇച്ചിരി സാമ്പാർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ തന്നെ ആദ്യമായിട്ടൊന്ന് കഴിച്ച് നോക്കട്ടെ കേട്ടോ. എങ്ങനെയുണ്ടെന്ന് നോക്കാം. സാമ്പാറിൽ മുക്കി കഴിച്ചോട്ടെ കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അടിപൊളിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പം ആദ്യത്തെ വീഡിയോ കാണുന്നവരെ എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എന്തെങ്കിലുമൊക്കെ കമൻ്റൊക്കെ വീട്. ഞാൻ ഒന്ന് സന്തോഷിക്കട്ടെ കമൻറ്റ് കേട്ടിട്ട്. ചീത്തയായാലും നല്ലതായാലും വിട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ വരേക്കും ബൈ.